അരവത്ത് മട്ടൈങ്കാനം ഘടകം ശ്രീ പൂബാണംകുടി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം മഹനീയമായി പുരോഗമിക്കുന്നു. അനുബന്ധ പരിപാടികളുടെ ഭാഗമായി രണ്ടാം ദിനത്തിൽ ആചാര്യ സംഗമവും വൈകിട്ട് കർഷക സംഗമവും സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. മഹോത്സവത്തിന്റെ രണ്ടാം സുദിനമായ തിങ്കളാഴ്ച രാവിലെയാണ് ആചാര്യ സംഗമം സംഘടിപ്പിച്ചത്. വിവിധ ഘടകങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും എത്തിയ 50-ലേറെ വരുന്ന സ്ഥാനികരുടെ സാന്നിധ്യത്താൽ ധന്യമായ പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. യാദവ സമുദായത്തിൻ്റെ ക്ഷേത്രം, യാദവരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സമുദായമാണ്. യാദവ കുലം എന്ന് പറയുന്ന വലിയൊരു കുലമാണ്. അവിടെയൊക്കെ നമ്മൾ ആരാധിക്കുന്ന ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടൊരു കുലമാണിത്. അപ്പം നമ്മുടെ പുരാണങ്ങളിൽ അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ രേഖകളിലെല്ലാം യാദവ കുലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെയധികം പാരമ്പര്യമുള്ള, പൈതൃകമുള്ള ആ യാദവ കുലവുമായി ബന്ധപ്പെട്ട യാദവ സഭയുടെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിന് ഒരുപാട് ചരിത്രമുണ്ട്, ഒരുപാട് പൈതൃകമുണ്ട്, ഒരുപാട് പാരമ്പര്യമുണ്ട്. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ഗോവിന്ദൻ കൂടാനം അധ്യക്ഷനായി. യാദവ സഭ അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് യാദവ്, കർണാടക സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സദാനന്ദ കാവൂർ, കല്യൂട്ട് ഭൗതിക്ഷേത്ര ഘടകം പ്രസിഡന്റ് K ദാമോദരൻ, കാപ്പാട്ട് ഭൗതിക്ഷേത്ര ഘടകം പ്രസിഡന്റ് രാമചന്ദ്രൻ പണിക്കർ, മുളവിന്നൂർ ഭഗവതിക്ഷേത്ര ഘടകം പ്രസിഡന്റ് വിശ്വനാഥൻ മലയാക്കോൾ, വേങ്ങക്കോട് ഭൗതിക്ഷേത്ര ഘടകം പ്രതിനിധി സുരേന്ദ്രൻ, കേണമംഗലം ഭൗതിക്ഷേത്ര ഘടകം പ്രസിഡന്റ് P കുഞ്ഞികൃഷ്ണൻ, തിരൂർ മുച്ചിലോട്ട് ഭൗതിക്ഷേത്രം പ്രസിഡന്റ് V അമ്പു, ബേക്കൽ കുറുമ്പ ഭൗതിക്ഷേത്രം പ്രസിഡന്റ് KV അജയ്കുമാർ, കരിപ്പൊടി ശാസ്ത വിഷ്ണുക്ഷേത്രം പ്രസിഡന്റ് കൃഷ്ണൻ കരിപ്പൊടി, പനയാൽ മഹാലിംഗേശ്വര ക്ഷേത്രം പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായർ മുതുവത്ത്, ആലക്കോട് മഹാവിഷ്ണുക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് കൂടാനം, കരുവാക്കോട് രാജരാജേശ്വരി ക്ഷേത്രം പ്രസിഡന്റ് ഗണേശൻ അവിട്ടം, കോട്ടപ്പാറ വയനാട്ടുകുലവൻ ദേവസ്ഥാനം പ്രസിഡന്റ് M കൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രാജൻ തച്ചങ്ങാട് സ്വാഗതവും വൈസ് ചെയർമാൻ ദാമോദരൻ വള്ളിയാലുങ്കാൽ നന്ദിയും പറഞ്ഞു. ക്ഷേത്ര ഭാരവാഹികൾ സ്ഥാനികരെ പൊന്നാട നൽകി ആദരിച്ചു. അഖില കേരള യാദവ സഭ പൂച്ചക്കാട് യൂണിറ്റ് കമ്മിറ്റി, മൗവൽ വിഷ്ണുചാമുണ്ടേശ്വരി ദേവസ്ഥാനം എന്നിവയുടെ നേതൃത്വത്തിൽ കലവറ സമർപ്പണവും നടന്നു. തുടർന്ന് ക്ഷേത്രം ഭജനസമിതി ഭജനയും അവതരിപ്പിച്ചു. ഉത്സവത്തിന്റെ രണ്ടാം നാളിൽ വൈകിട്ടായിരുന്നു കർഷക സംഗമം. കേരള പൂരക്കളി അക്കാദമി ചെയർമാനും മുൻ MLA-യുമായ K കുഞ്ഞിരാമൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പണ്ട് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളായാലും അനുബന്ധ പരിപാടി നടത്തുന്നതിലായാലും കൃഷിക്കാണ് മുൻഗണന നൽകുക. വിളവെടുപ്പ് കാലത്ത്, അതുപോലെ കൃഷിപ്പണിയില്ല കാലത്ത് കല്യാണം പോലും നടത്തിയില്ലായിരുന്നു പണ്ട് കാലത്ത്. ഇതിൻ്റെ മലയാളം എല്ലാവരും അന്ന് കൃഷിയിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ്. കല്യാണം നടത്താൻ ഇന്നെന്ന മാസം എന്നൊരു നിശ്ചയമുണ്ടായിരുന്നു. കന്നിമാസത്തിലെ കൊയ്ത്ത് കാലത്തോ അല്ലെങ്കിൽ വടമാസം കഴിഞ്ഞാൽ നാട്ടിപ്പണി കാലത്തോ, അതല്ലാതെ മറ്റൊരു പണിയും നമ്മുടെ നാട്ടിൽ ആരും സ്വീകരിക്കില്ലായിരുന്നു. അതിന് കാരണം എന്താ പറയുക, മുഖ്യമായ നമ്മളെ ഭക്ഷ്യവസ്തുവിന് പ്രാമുഖ്യം നൽകണം എന്ന് നമ്മളെ പഴയ കാലത്തെ കർഷക കൂട്ടായ്മയുടെയും ക്ഷേത്രങ്ങളുടെയും മറ്റ് അനുബന്ധ പരിപാടികളുടെയും എല്ലാം ഒരു നല്ല തീരുമാനിച്ച ഫലമായിട്ടായിരുന്നു കൃഷി നമ്മുടെ നാട്ടിൽ അഭിവൃദ്ധിപ്പെടുത്താൻ ഒരു പ്രധാനപ്പെട്ട കാരണമായത്. നമ്മുടെ നാട്ടിലെ കൃഷിക്കാരൻ മാത്രം വിചാരിച്ചാൽ കൃഷിയെ നിലനിർത്താൻ കഴിയില്ല. പണ്ട് കാലങ്ങളിൽ പോലെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കൃഷിപ്പണിയെടുക്കാൻ ആളില്ല. അങ്ങനത്തെ ഒരു വ്യവസ്ഥയും നമ്മുടെ നാട്ടിലില്ല. അത് മാറിയപ്പോൾ നമ്മുടെ നാട്ടിൽ കൃഷിപ്പണിയെടുക്കാൻ അന്യ വീട്ടുകാരനും അതുപോലെ അന്യ തൊഴിലാളികളും വേണം എന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ കുഞ്ഞിരാമൻ കേളോത്ത് അധ്യക്ഷനായി. പരിസ്ഥിതി പ്രവർത്തകൻ രവീന്ദ്രൻ കുടക്കാട് സെമിനാർ വിഷയം അവതരിപ്പിച്ചു. കൃഷി ഓഫീസർ ജലേശനായിരുന്നു മോഡറേറ്റർ. കണ്ണാലയം നാരായണൻ, ബാലകൃഷ്ണൻ കമ്പിക്കാനം, ജയപ്രകാശ് കുതിരക്കോട്, VV കൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കൃഷ്ണൻ വളപ്പിൽ, മോഹനൻ മഠത്തിൽ, ഉഷാ നരിമാടിക്കൽ, അംബിക കാലിച്ചാമരം എന്നിവർ സംസാരിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സതീശൻ പതിക്കാൽ സ്വാഗതവും മണികണ്ഠൻ നരിമാടിക്കാൽ നന്ദിയും പറഞ്ഞു. മാധവി ആലക്കോട്, CV ഗോവിന്ദൻ, ദാമോദരൻ കീക്കാനം, കൃഷ്ണൻ അമ്പങ്ങാട്, ബാലൻ കുന്നവാറ, അശോകൻ അരവത്ത്, തമ്പായി കുതിരക്കോട്, ലക്ഷ്മി മട്ടൈ, കുഞ്ഞിക്കണ്ണൻ അരവത്ത്, കൃഷ്ണൻ കാനത്തിൽ, വേലായുധൻ വള്ളിയാലുങ്കൽ, രാജൻ കുന്നത്ത് എന്നീ കർഷകരെ പരിപാടിയിൽ ആദരിച്ചു. തുടർന്ന് സുബ്രഹ്മണ്യ ക്ഷേത്ര ഭജനസമിതിയുടെ ഭജനയും വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ഉദുമ.